ഗസയിലെ യുദ്ധക്കുറ്റകൃത്യങ്ങളിലും മനുഷ്യവിരുദ്ധ കുറ്റങ്ങളിലും ഏർപ്പെട്ടവർക്ക് കുരുക്കൊരുങ്ങുന്നു. ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് ഗ്ലോബൽ 195 എന്നൊരു ആഗോള നിയമസഖ്യം രൂപപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ സെൻറ്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പാലസ്തീൻ ആണ് ഈ നിയമ സംരംഭത്തിന് പിന്നിലുള്ളത്. ഇസ്രായേൽ പ്രതിരോധ സേനയിൽ സേവനമനുഷ്ഠിച്ചവർ അടക്കം ഉന്നത സൈനിക രാഷ്ട്രീയ നേതാക്കളെയും നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയാണ് ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം. ഗസയിലെ സംഭവവികാസങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. ആഗോള തലത്തിലുള്ള വിവിധ രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥകളുടെ സഹായത്തോടെ യുദ്ധക്കുറ്റകൃത്യങ്ങളിൽ സംശയിക്കുന്നവർക്കെതിരെ അന്വേഷണം നടത്തി ശിക്ഷിക്കാനാണ് ശ്രമം. ഇതിനായി വിവിധ രാജ്യങ്ങളിലെ കോടതി വ്യവസ്ഥകൾ ഉപയോഗിക്കും. ബോസ്നിയ, ഹെർസഗോവിന, മലേഷ്യ, തുർക്കി, നോർവേ, കാനഡ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഗ്ലോബൽ 195 ഇതിനോടകം നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. യുദ്ധക്കുറ്റകൃത്യങ്ങളിലോ മനുഷ്യവിരുദ്ധ ക്രൂരതകളിലോ പങ്കെടുക്കുന്നവരെ കുരുക്കാനായി നിയമ നടപടികൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. വിവിധ രാജ്യങ്ങളിലെ നിയമവിദഗ്ധരും അഭിഭാഷകരും ഇതിൽ പങ്കുചേരുന്നുണ്ട്. ബ്രിട്ടനിൽ ഇതിനോടകം സ്വകാര്യ പ്രോസിക്യൂഷനുകൾ ആരംഭിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. ഗ്ലോബൽ 195 ഒരു ആഗോള ശൃംഖലയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളും വിവിധ രാജ്യങ്ങളിലെ ക്രിമിനൽ നിയമവ്യവസ്ഥകളും ഉപയോഗിച്ചാണ് പ്രതികളായവരെ നിയമ നടപടിക്ക് വിധേയരാക്കുന്നത്. ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം കുറ്റവാളികളെ ശിക്ഷിക്കുകയാണ്. ഗസയിലെ ആക്രമണങ്ങളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കെടുത്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഇതിനകം തന്നെ 135 ദൃക്സാക്ഷികൾ നൽകിയ വിവരങ്ങളും ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ശേഖരിച്ച രേഖകളും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക വളരെ ബുദ്ധിമുട്ടേറിയതാണ്. കാരണം ഇസ്രായേലിന് പിന്നിൽ വലിയ സഖ്യകക്ഷികളുണ്ട്. അവരുടെ സാമ്പത്തിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ നിയമപ്രക്രിയയെ ബാധിക്കുമോ എന്നതും വലിയ ചോദ്യമായി നിലനിൽക്കുകയാണ്. കാനഡയിലെ നിയമവിദഗ്ധനായ ഷെയ്ൻ മാർട്ടിനസും മറ്റ് പ്രമുഖ അഭിഭാഷകരും ഇസ്രായേൽ സൈന്യത്തെ പിന്തുണയ്ക്കുന്ന കാനഡക്കാർക്കെതിരെ നിയമ നടപടികൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ നീക്കത്തിന് നിയമ സംവിധാനങ്ങളിൽ നിന്ന് ശക്തമായ പിന്തുണ ലഭിച്ചാൽ മാത്രമേ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനാവൂ. അതിനിടെ നിയമവിദഗ്ധർ പല രാജ്യങ്ങളിലുമായി ഇത് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം യുദ്ധക്കുറ്റങ്ങൾ അന്വേഷിക്കാനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും രാജ്യങ്ങൾക്ക് ബാധ്യതയുണ്ട്. എന്നിട്ടും പല രാജ്യങ്ങളും ഇതിൽ നിന്ന് പിന്തിരിയുകയാണ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടലാണ് ഗ്ലോബൽ 195.